ഈ ഭൂഖണ്ഡത്തിൽ ജീവനുള്ള ഏക ഗ്രന്ഥം ബൈബിൾ. ഈശോയുടെ ശിഷ്യന്മാർ ഈശോയോട് ചോദിച്ചു, എൻ്റെ പിതാവിനെ സംസ്കരിക്കാൻ പറഞ്ഞു വിട്ടാലും. ഈശോ ആ സമയത്ത് വലിയൊരു മെസ്സേജാണ് നമുക്ക് തരുന്നത്. മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ, നീ എന്നെ അനുഗമിക്കുക. അപ്പോൾ സംസ്കരിക്കുന്നതിന് വലുത് വേറെ എന്തോ ഉണ്ട് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സ്വർഗരാജ്യത്തെക്കുറിച്ചാണ് ഈശോ പറഞ്ഞത്. അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഈശോ ആദ്യം പറഞ്ഞ വചനം. അപ്പോൾ ഈ ലോകത്തിൽ നമ്മോട് സ്വർഗരാജ്യത്തെക്കുറിച്ച് ഈശോ ഇത്ര വ്യക്തമായി പറയണമെങ്കിൽ അത് അനുഭവിച്ചൊരിക്കേ പറയാൻ സാധിക്കൂ. ഈശോ സ്വർഗത്തിൽ നിന്നാണ് ഈ ഭൂമിയിൽ മനുഷ്യനായി പിറന്നത്. നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് ഈശോ ഈ യൂദായിലെ ബെത്ലഹേമിൽ കാലിത്തൊഴുത്തിൽ വന്ന് പിറന്നത്. 2026 വർഷം കഴിയുന്നു. ഇപ്പോഴും ഈശോയുടെ ശരീരത്തിന് ജീവനുണ്ട് നമ്മെ രക്ഷിക്കാൻ. ഈ ലോകത്തിലെ ഓരോ കുഞ്ഞിനെയും രക്ഷിക്കാൻ ഒരേ ഒരു നാമം നമുക്ക് നൽകിയിട്ടുള്ളൂ, ഈശോയുടെ നാമം. ആമേൻ.